By night, on my bed, I saw him whom my soul loveth. I sought him, but I found him not till I will rise now and go പൊളിറ്റിക്കൽ back ബീയിങ്സ് to ഓൾസോ. city. ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ ബലമുണ്ട്, ഒരു ഹീലിംഗിന്റെ, ഒരു കൺസലേഷന്റെ സ്പിരിച്വൽ ബലമുണ്ട്. നീ ജീസനസിന്റെ ക്ലാസ് കേട്ടായിരുന്നു? ഐ മീൻ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നോക്കട്ടെ. മീനുമായിട്ട്. പ്രലയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. സ്പിരിച്വാലിറ്റി നമ്മൾ പണ്ട് തൊട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഞാൻ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എന്റെ സിസ്റ്റർ ഇത് കണ്ടായിരുന്നോ ജീസനസിന്റെ? ഞാൻ കണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീ കണ്ടായിരുന്നോ? അത് പ്രേയറിനെ കുറിച്ചാ. കൊള്ളാം, നല്ല നല്ല ഡീപ്പ്. ഞാനും ശ്രദ്ധിച്ചായിരുന്നു, റീൽസിൽ ശ്രദ്ധിച്ചായിരുന്നു. ശരിക്കും ഈ പ്രയറും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ടോ? പ്രയറും കൊണ്ട് ജിപ്റ്റേ നീ പള്ളിയിലൊക്കെ പോകുന്നില്ലടാ. ചുമ്മാ ഓക്കെ. പ്രാർത്ഥന കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഡെഫിനിഷനായിട്ട് പെട്ടെന്ന് ചോദിച്ചത് കൊണ്ട് ഒരു കുഞ്ഞ് ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCCയിൽ പറയുന്നത് മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഇത്ര കട്ടിയൊന്നും കൂട്ടി പറയുന്നില്ല. അത് നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് എൻ്റെ ഈശോയെ എന്നൊക്കെ വിളിച്ച കേൾക്കാൻ ദൂരത്തൊക്കെ ഈശോ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ആകാശത്തിരിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നാ? യെസ് അല്ല, നിന്റെ മനസ്സിൽ എന്നാ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ കുറെ കറകറാന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതാണോ? അങ്ങനെയല്ല. എനിക്ക് ഓക്കെ സിസ്റ്റർ പറഞ്ഞാൽ ഈശോയോട് സംസാരിക്കാൻ എടുക്കുന്ന ഒരു മീഡിയം അല്ലെ ഒരു ഉപാധി. അതിപ്പം ചില സമയത്ത് പറഞ്ഞ് സംസാരിക്കും, ചില സമയത്ത് വെറുതെ മിണ്ടാണ്ടിരിക്കും. എനിക്കതൊക്കെ പ്രാർത്ഥനയാണ്. ഈ ശരിക്കും ഈ ഈശോയോട് സംസാരിക്കുന്ന ഈ ബന്ധമൊക്കെ എപ്പോഴും ഉണ്ടായത് അല്ലെ? ശരിക്കും നമ്മൾ ചെറുപ്പത്തില് നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മളെ അടുത്ത് ഇത് ഈശോ ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നതിന്റെ അപ്പുറത്തേക്കൊക്കെ നമ്മളെ ആദ്യം ഇങ്ങനെ കുരിശ് വരയ്ക്കാനും നന്മ നിറഞ്ഞു മറിയും ഒക്കെ ആണല്ലോ പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനകൾ. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് എപ്പോഴാണ് ഇങ്ങനെ ഇത് ശരിക്കും ഈ പ്രാർത്ഥന ഒരു ബന്ധമാണ്. അതായത് ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ. അപ്പൊ എനിക്ക് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തോന്നുന്നു അന്നയ്ക്ക് ഓൾറെഡി ഈശോ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ഒരു സംഭവത്തിലോട്ട് വരത്തില്ല. എന്നെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ എന്നും നിർബന്ധിച്ച് എന്നും കുർബാനയ്ക്ക് വിടുമായിരുന്നു. അന്ന് ഇങ്ങനെ കുർബാനയുടെ ഒക്കെ അവസാനം വരെ ഇങ്ങനെ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കും, പൂവാറായോ. ഞാൻ ചെറുതാണല്ലോ, അപ്പൊ അമ്മയുടെ മുന്നിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും അപ്പൊ എന്റെ ദേവി ഒന്ന് നിൽക്ക്, കുറച്ച് കഴിയുമ്പോ കുർബാന തീരെ ആക്ഷൻ കൊണ്ട് കൺവേ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു. അപ്പൊ അന്നൊന്നും ഒരിക്കലും ഒരു അനുഭവമല്ലായിരുന്നു. അപ്പൊ ഞാനിപ്പം അന്ന ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം തോന്നി. കാരണം നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന ഒരു ബോറൻ പരിപാടി അല്ലേ? സാന്ദ്രയ്ക്ക് എന്നാ പറയാനുള്ളേ? ഇതൊന്ന് പ്രാർത്ഥന എന്നുള്ള ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രേയേഴ്സ് ചൊല്ലി പ്രാർത്ഥിക്കാതെ ഈശോയും ഞാനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സമയം, അത് പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇങ്ങനെ കുറെ പ്രേയർ ഇല്ലെങ്കിലും ഈശോയുടെ കൂടെ കുറച്ചേരം ഇരുന്നാൽ മതി. ഈശോയ്ക്ക് അത് മതി. നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഈശോ എല്ലാ സക്രാരിയിലും ഉണ്ടല്ലോ. സാന്ദ്രയ്ക്കും എവിടെയോ ഭയങ്കര ഒരു ദൈവ അനുഭവം കിട്ടി. സാന്ദ്രൻ ദൈവം വളരെ ഇഷ്ടത്തിലാണ്. ഓക്കെ ജിപ്ത, നീയല്ലേ ചോദിച്ചത്? ഇപ്പൊ നീയാണ് എനിക്കൊരു ആശ്വാസം. നോർമലി എല്ലാവരും പെട്ടെന്ന് പറയുന്നതാണ് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് പ്രാർത്ഥന എന്നാണ് എപ്പോഴും കേൾക്കുന്നത്. ഞാൻ അവരോട് തന്നെ തിരിച്ചു അതേപോലെ തന്നെ ചോദിച്ചു, അപ്പോൾ ഞാനും നീയും തമ്മിലുള്ള സംസാരം പ്രാർത്ഥനയാവുമോ? ഇല്ല. അപ്പോൾ ദൈവമാണ് അതിനിടയിൽ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയമാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. പ്രാർത്ഥന എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കൺസെപ്റ്റ് തന്നെയാണ്. എത്ര സമയം നമ്മൾ ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്, സങ്കടം വരുമ്പോൾ ഓടി ചെല്ലും, സന്തോഷം വരുമ്പോൾ ഓടി ചെല്ലും. പക്ഷെ നമുക്ക് സ്വസ്ഥമായി ദൈവവും ഞാനും തമ്മിലുള്ള ഒരു സമയം, അതിനാണ് ഞാൻ പ്രാർത്ഥന കൊണ്ട് ഡെഫിനിഷൻ. എനിക്കതുമാണ് ഏറ്റവും ഇഷ്ടം. ജീവിതത്തിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവത്തോട് അടുക്കുന്ന സമയം വേദനകളോ നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. വേദനകളും സങ്കടങ്ങളും ഇതൊക്കെ വരുമ്പോഴാണ് ദൈവത്തിലേക്ക് അടുത്ത് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് സങ്കടം വന്നപ്പോൾ എനിക്ക് അത് പോയി ഇത് പോയി, അതേപോലെ തന്നെ ഒരു ഫെയിലിയർ ജീവിതത്തിൽ വന്നു അപ്പോഴാണ് ദൈവത്തിലേക്ക് അടുത്തത്, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ദൈവത്തിലേക്ക് അടുത്തത്. പക്ഷെ ശരിക്കും എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാലും എനിക്ക് തോന്നിയിട്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചില നല്ല മനുഷ്യരുടെ രൂപത്തിലായിരിക്കും ദൈവത്തിനടുത്തേക്ക് നമ്മൾ അടുപ്പിക്കുക. ഞാൻ ഇടയ്ക്ക് എൻ്റെ പിള്ളേരോട് പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഒരു കാരണം വേണം നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ. ചെറുപ്പം മുതലേ
കാരണവന്മാർ തന്നൊരു മാതൃകയും അവരുടെ ഒരു പാരമ്പര്യമാണ് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അല്ലേ? അവരുടെ ഒരു മാതൃക കണ്ടിട്ടാണ് നമ്മളെ അതേപോലെ അവർ നടന്ന പാതയിൽ തന്നെ നമ്മളെ നടക്കാം. പക്ഷെ നമ്മൾ ഇത് ആ ചെറുപ്പകാലത്ത് നമുക്കിത് കിട്ടുമ്പോൾ നമുക്കിതൊരു വേടം പോലെ തോന്നാം. എന്തോ വലിയ ഭാരം നമ്മുടെ തലയിലേക്ക് അടിച്ചു വെക്കുന്നു. അവർ ഫോളോ ചെയ്ത അതേ കാര്യങ്ങളോട് നമ്മൾ നടത്താൻ ശ്രമിക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു വഴി അവർ തുറന്നു തരുന്നില്ല. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും, അവർ തന്ന വഴി കറക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവും. ആ ടേണിംഗ് പോയിന്റ് കണ്ടെത്തേണ്ടത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ മാതാപിതാക്കള് നിർബന്ധിച്ച് ഞാൻ കുറച്ച് എൻ്റെ കഥ പറയാം. ഓക്കെ, അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ നന്നാക്കാനായിട്ട് ധ്യാനത്തിനൊക്കെ വിടുമല്ലോ. അപ്പൊ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്മസ് അവധിക്കാണ് എന്നെ ധ്യാനത്തിന് വിടുന്നത്. അപ്പം അതൊരു 5 ദിവസത്തെ ധ്യാനം. അപ്പം എൻ്റെ വെക്കേഷൻ ഫുള്ള് കുളമാക്കിയല്ലോ എന്നുള്ള ദേഷ്യത്തോടും വിലാപത്തോടും കൂടെയാണ് ഞാൻ ധ്യാനിക്കാൻ പോയത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് നമുക്കൊരു സമ്പൂർണ്ണ ബൈബിളൊക്കെ വാങ്ങി തന്നു വിടുന്നത്. അപ്പം ഇങ്ങനെ ഭാരമൊക്കെ എടുത്ത് ചുമന്ന് ഇങ്ങനെ, അതാണ് വിചാരം, ഉള്ളിലെ ഫീലിങ്. അങ്ങനെ ധ്യാനത്തിനൊക്കെ പോയി. ഭയങ്കരമായിട്ട് നന്നായെന്ന് ചോദിച്ചാൽ അത്രയ്ക്കും നന്നായി പോയൊന്നുമില്ല, പക്ഷെ ബൈബിള് സ്വന്തമായിട്ട് കിട്ടി. അങ്ങനെ അപ്പം അങ്ങനെ ആ ബൈബിള് പിന്നെ എൻ്റെ മുറിയിൽ ഞാൻ കൊണ്ടുവച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ കാലചക്രം വീണ്ടും തിരിഞ്ഞ് എനിക്കങ്ങനെ ഭയങ്കര കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സങ്കടത്തിന്റെ ഒക്കെ സമയത്താണ് ഈശോയായിട്ട് കൂടുതൽ അടുത്ത്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ വീണ്ടും CCCനെ ബേസ് ചെയ്തിട്ടൊന്ന് പറയട്ടെ. ശരിക്കും ഇപ്പം പറഞ്ഞില്ലേ, ഈശോ സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ആ കിണറ്റിൻ കരയിൽ ഈശോ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം അവള് വരുന്ന സമയം ഒരു ഓഡ് ടൈമാണ്. ബാക്കിയുള്ള എല്ലാവരും വെയിലാവുന്നതിന് മുമ്പ് വെള്ളമൊക്കെ കോരിപ്പോയെങ്കിൽ അവള് ആരും ഇല്ലാത്തൊരു, കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം അവൾക്ക് കുറെ ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളത് അവളുടെ ഭർത്താവും അല്ല. അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു മോശപ്പെട്ട ജീവിതം അവള് നയിക്കുന്നത്. അപ്പം അവള് വരുമ്പം ഈശോ എന്താ ചെയ്യുന്നത്, നൈസായിട്ട് ഈശോയുടെ കൂടെയുള്ള ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ട് ഇവളെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈശോയുടെ ഒരു കാത്തിരിപ്പ്. അപ്പൊ ഇവളവിടെ കാണാൻ വരുമ്പോഴാണ് അവര് തമ്മിലുള്ള ഒരു സംഭാഷണത്തിലാണ് അവള് ഈശോയെ അടുത്തറിയുന്നത്. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ലൈഫായിട്ട് കണക്ട് ചെയ്തു. എനിക്കൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളാണ്. അപ്പം ഇവർ രണ്ടുപേരും കുറച്ചുകൂടെ ശാന്തരും വിനീതരുമായിട്ടുള്ള സഹോദരങ്ങളാണ് എനിക്കുള്ളത്. അപ്പൊ ഉള്ളതിൽ ഇത്തിരി ഇങ്ങനെ ജില്ലായിട്ട് നടക്കുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാൻ ചേച്ചി ഒരു സ്കൂളിലൊക്കെ പഠിച്ചത്. എൻ്റെ ചേച്ചിനെ എന്നെ വെച്ച് എപ്പോഴും ഞാനിങ്ങനെ കമ്പാരിസണൊക്കെ കേൾക്കണം. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാൻ കുറേ കരഞ്ഞു. അപ്പൊ കരഞ്ഞു കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ കുറെ കരയുമ്പം ആരെങ്കിലൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുള്ള ഒരു വൈബിലാണ് കരച്ചില്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നിരുന്ന് കരഞ്ഞിട്ട് വലിയ വിശേഷമൊന്നും ഇല്ല എന്നുള്ള നഗ്നസത്യം നമ്മൾ തിരിച്ചറിയുന്നു. രാത്രി ഒരു 10:30 കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഇരുന്ന് കരഞ്ഞിട്ട് ആരെ കാണിക്കാനാ എന്ന് വിചാരിച്ച് ഞാൻ എണീറ്റ് കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ നേരം എൻ്റെ ഷെൽഫ് തുറക്കുമ്പോഴാണ് പെട്ടെന്ന് സൈഡിലുള്ള മേശപ്പുറത്ത് ഈ ബൈബിള് കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നന്നാക്കാൻ വിട്ടപ്പം മേടിച്ചു തന്ന ബൈബിൾ. അപ്പൊ ഞാൻ ബൈബിള് വെറുതെ ഒന്നിങ്ങനെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സങ്കടം വരുമ്പോ ചിലപ്പം അങ്ങനെ എന്തോ, പക്ഷെ ഞാൻ വെറുതെ തുറന്നു. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ വായിച്ചപ്പോണ്ടല്ലോ, ശരിക്കും എനിക്ക് ഈശോ ഒരു കുരിശിൽ കിടക്കുന്ന ഒരാളൊന്നും അല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, ഈശോയുടെ സ്നേഹം കൊണ്ട് ഞാനിങ്ങനെ നിറഞ്ഞു. അപ്പം അന്ന് തൊട്ട് എനിക്ക് ഇതൊരു അനുഭവമാണ്. ആ പിറ്റേ ദിവസം തൊട്ട് പള്ളിയിൽ പോകാനും ബൈബിൾ ഇങ്ങനെ റാൻഡമായിട്ട് എടുത്ത് വായിക്കാനും ഒക്കെയുള്ള ഒരു അതായിരുന്നു എൻ്റെ ഒരു ദൈവാനുഭവം. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം നിങ്ങൾ 3 പേരും പറഞ്ഞതിലൊക്കെ എവിടെയോ അതുപോലെ ഒരു അനുഭവം. എനിക്ക് തോന്നുന്നു ഇന്ന് പലർക്കും മിസ്സായി പോകുന്നത് ഈ ഒരു അനുഭവം ഇല്ലാത്തടത്തോളം ഇത് ഭയങ്കര യാന്ത്രികമാണ്, ഇത് ഭയങ്കര മൊണോട്ടണസ് ആണ്. ഷാരോണിന് പ്രാർത്ഥനയെ പറ്റി എന്നെ പറയാനുള്ളത്? എനിക്ക് പ്രാർത്ഥനയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യമാണ്. കാരണം മാതാപിതാക്കളിൽ നിന്നാണ് നമുക്കിത് പകർന്നു കിട്ടുന്നത്. സോ എനിക്ക് കിട്ടിയത്, ഞാൻ പ്രോപ്പർലി ഒരു പ്രീമച്ചർ ബേബി ആയിരുന്നു. സോ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നൊരു സ്ഥിതിയിലായിരുന്നു ഡോക്ടേഴ്സ് ഒക്കെ വിധി എഴുതിയത്. ഷാരോൺ ഉണ്ടായ സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. 7 മാസം ആയതുകൊണ്ട് ഒന്നും ആയിട്ടില്ലാത്തൊരവസ്ഥയാണ്. എന്തോ 1 കിലോ കണ്ട് കഷ്ടി ഉണ്ടായിരുന്നുണ്ട് ഞാൻ. ഞാനായിരുന്നു. പിന്നീട് എന്തോ ദൈവത്തിന്റെ കൃപ കൊണ്ട് 2 പേരും ഒരു കുഴപ്പമില്ലാണ്ട്
ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പൊ അതിന് ഏറ്റവും ഒരു തെളിവ് കർത്താവ് തന്നെയാണ്. ഈ ഒരു പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം വായിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളത് ബൈബിളാണ്. ഞാൻ തന്നെ ഒരു 2-3 തവണ വായിച്ച് തീർത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ്. സോ അപ്പൊ എനിക്കതിന്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിൽ തട്ടിയൊരു വചനം എന്ന് പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതിനെന്ത് പ്രയോജനമാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് ഇതാണ്, പ്രാർത്ഥനയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും തൻ്റെ മരണസമയത്താണെങ്കിൽ ആ ഒരു വ്യക്തി ദൈവമേ എന്ന് വിളിക്കും അവസാനം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവാച്യ ഘടകമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. ഞാനൊരു തീപ്പൊരീനെയാണല്ലോ പോയി പിടിച്ചത്. കോവിഡ് ഒക്കെ കഴിഞ്ഞ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഫേസ് ചെയ്ത ഒരു ചോദ്യമാണ്. കോവിഡിന്റെ സമയത്തൊന്നും പള്ളിയിൽ പോക്കൊന്നും നിർബന്ധമൊന്നും ഇല്ലായിരുന്നല്ലോ, TV കണ്ടാൽ പോരായിരുന്നു. പിന്നെ എന്നാ കോവിഡ് കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്നൊക്കെ, അല്ലെങ്കിൽ അതിലൊരു വിശ്വാസം ഇല്ലാതെ വരുന്ന അവസ്ഥയൊക്കെ. നിങ്ങൾക്കൊക്കെ എന്നാ തോന്നുന്നു അഞ്ജലി, നിന്റെ ഓഫീസിലും കാര്യങ്ങളിലൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ നിന്റെ ഒരു വ്യൂ എന്താ? ഹൗ യു ഫൈൻഡ് ഓൾ ദിസ് തിങ്സ്, നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയൊക്കെ കുറിച്ച്? എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഈ പരസ്യത്തിലെ കാണിക്കുന്ന ബിഫോർ ആഫ്റ്റർ അങ്ങനത്തെ അങ്ങനെ എനിക്ക് എന്റെ കേസ് വേർതിരിച്ച് പറയാൻ പറ്റും. ഏതൊരു ദൈവാനുഭവത്തിന് മുമ്പും ശേഷവും ഞാൻ എങ്ങനെയായിരുന്നു. അപ്പം ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ കാറ്റിസം പഠിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, ഒരു 10th ഒക്കെ വരെ KCM, ജീസസ് യൂത്ത് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. സ്വസ്ഥമായിട്ട് നമ്മൾ പോകുന്നു, എന്നാലും വീട്ടിൽ നിന്ന് 2 അടി കിട്ടുന്നു, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നു, കുരിശ് വെല്ലുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറിയപ്പം നമുക്ക് ആ ഒരു ഫ്രീഡത്തിലേക്ക് എത്തിയ സമയത്ത് ഒക്കെ വേണ്ട, നമുക്ക് സമയമില്ല, ലിബറലായിട്ട് പോകുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ഡേ വളരെ വലിയൊരു പ്രശ്നം ലൈഫിലേക്ക് വരുന്നു. ഒരു പ്രശ്നങ്ങളല്ല, ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ പ്രശ്നങ്ങൾ, ഒന്നും അങ്ങോട്ട് നടക്കണില്ല. ആ സമയത്ത് ഇങ്ങനെ തലക്കിട്ടൊരു കൊട്ട് കിട്ടി നമ്മൾ തിരിഞ്ഞു നോക്കുന്ന പോലെ അപ്പോഴാണ് ഒരു നോട്ടം അങ്ങോട്ട് പോയത്, ദൈവത്തിങ്കിലേക്ക് പോയത് അപ്പോഴാണ്. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് പറഞ്ഞു, പള്ളി പോയിരുന്നു കുറച്ച് ആശ്വാസം കിട്ടും. എന്റെ മമ്മി ഭയങ്കര ഫെയ്ത്തിൽ ഭയങ്കര ഡെപ്ത്. അപ്പം നീ ഒന്നും ചെയ്യണ്ട, വെറുതെ പോയിരുന്നു നോക്ക്, കുറച്ച് ആശ്വാസം കിട്ടും. ഞാൻ പറഞ്ഞു നടന്നു തന്നെ. ഇത്രയും ഞാൻ കരഞ്ഞ് പ്രശ്നമാക്കി അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങനെ പള്ളിയിലേക്കൊന്നും എനിക്ക് നടന്നു പോകാനുള്ള എനർജി എന്റെ ശരീരത്തിൽ ഇല്ല. ഇമോഷണലി ഡ്രെയിൻ ആയിട്ട് പോയി. ഫുള്ളിങ്ങനെ കരിഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കവളൊക്കെ ചുവന്ന് എങ്ങനെയാണ് പള്ളിയിലോട്ട് പോകുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ കുറെ ബുക്ക് എടുത്ത് വായിക്കാം, ബൈബിൾ എടുത്ത് വായിക്കാം, പ്രാർത്ഥിക്കൊന്നും ചെയ്തില്ല. ഞാൻ കുറെ നേരം സൈലന്റ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. എനിക്കിത് വേണമെന്നോ അത് വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ കരഞ്ഞു, അതിന്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ നോക്കിയിരുന്നു. പക്ഷെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം എനിക്ക് മര്യാദയ്ക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഞാൻ കഷ്ടപ്പെട്ട ഡോറൊന്നും എത്തുന്നില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം ഒരു ഹോപ്പ് ഫീലിംഗ് ആയിരുന്നു, ഒരു ഗുഡ് ഫീലിംഗ്, ഒന്ന് കാമായി പീസ്ഫുൾ ഫീലിംഗ് ആയിരുന്നു. കരിഞ്ഞു പോയി, ഞാൻ കരിച്ചിലൊക്കെ മാറ്റി. പിന്നെ അറ്റ്ലീസ്റ്റ് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നു പുറത്ത് വന്നത്. അതാണ് എൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റോറി. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു എളിമയുടെ ഒരു തലമുണ്ട്. അതായത് നമ്മൾ വേറെ എല്ലാം ട്രൈ ചെയ്തിട്ട് വേറെ പച്ച പിടിക്കുന്നൊന്നും ഇല്ല, ഇനി നമ്മുടെ കയ്യിൽ നിന്ന് ഇടാനൊന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം യൂത്തിന്റെ ഇടയിൽ സംസാരിച്ചപ്പം ഒരു 99% പേരും ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത് അവരുടെ ഒറ്റപ്പെടല്, സങ്കടം, രോഗം, വീട്ടിലെ പ്രശ്നങ്ങള്, അങ്ങനെയൊക്കെയാ. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനകൾ, പലതരം പ്രാർത്ഥനകളുണ്ട് അല്ലെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് പോലത്തെ ഒരെണ്ണം കണ്ടേ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥന ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ല, അതൊരു മെനു ആണ് അല്ലെ? അപ്പൊ ശരിക്കും നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് മെനു എടുക്കുന്ന പോലെ, സൗത്ത് ഇന്ത്യൻ ഡിഷസ് അല്ലെങ്കിൽ കോൾഡ് ബിവറേജസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമുക്ക് ഓരോ സമയത്ത് ഓരോ പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നീ എന്തിന്റെ ഫാനാണ് സാന്ദ്ര? ഞാൻ ബൈബിൾ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ ആദ്യം ഈ ബൈബിൾ എടുത്ത് വായിക്കാം. അപ്പം ഓരോ വചനം നമുക്ക് വേണ്ടി എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊരു നമുക്കൊരു ശക്തിയാണോ, ഒരു പ്രത്യാശയാണോ? ഇപ്പൊ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചോദിക്കുന്നത് ലഭിക്കുന്നതല്ല പ്രാർത്ഥന എന്നൊരു ഇതുണ്ട്. ഇപ്പം മറിച്ച് എനിക്ക് ഈശോ അത് തന്നിട്ടില്ലെങ്കിൽ ഈശോയ്ക്ക് എന്നെക്കാളും നല്ലൊരു പദ്ധതി എനിക്കുണ്ട്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ചിലവർക്ക് പ്രാർത്ഥന ആശ്വാസമായിരിക്കും, ചിലവർക്ക് ശക്തിയായിരിക്കും, ചിലവർക്ക് പ്രത്യാശയായിരിക്കും. അങ്ങനെ പ്രാർത്ഥന ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ ഒരു ഇതായിട്ടാണ്, മെയിൻ ക്യാരക്ടറായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയുള്ള സമയം ഇല്ലാത്ത സമയമൊക്കെ തമ്മിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോ ഒരു അല്ലെ, നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലാണല്ലോ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കുർബാനയ്ക്ക് പോയില്ല, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. എംപ്റ്റിനെസ് അല്ലെ? ഓക്കെ, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അലോണ? ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈശോയെ കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ചെറിയൊരു അനുഭവം ജീവിതത്തിലുണ്ടായ പിന്നെയാ.
അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, പള്ളിയിൽ പോവായിരുന്നു, വേദാർത്ഥത്തിന് പോവായിരുന്നു. ആയിരുന്നോ? ആ അതുപോലെ എനിക്ക് അമ്മ അച്ഛനും പറഞ്ഞു തന്നല്ലാതെ എന്റെ ചുറ്റുമുള്ളവർ പറഞ്ഞ് അറിയാവുന്ന ഈശോയായിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞ്. അങ്ങനെയായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഈശോയെ അറിഞ്ഞ് ഈശോയെ അനുഭവിച്ചത് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായപ്പോ എന്റെ കയ്യിൽ ഒരു അരിമ്പാര ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു വർഷത്തോളം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു, എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു ഉണ്ണീശോയുടെ പിക്ചർ ഉണ്ട്. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് അത്ഭുതമൊക്കെ തോന്നിയ ഉണ്ണീശോ, നീയും പ്രാർത്ഥിക്കുന്നതിന്. അപ്പൊ എനിക്ക് വിശ്വാസം എന്താ വെച്ചാൽ നടക്കുവോ, അങ്ങനെ കയ്യിൽ പോവോ, അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ എന്താ, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോ അത് കാണുന്നില്ല. അപ്പൊ എനിക്ക് ശരിക്കും എനിക്ക് ഉണ്ണീശോ ഉണ്ട്, ഈശോ ഉണ്ട്, എനിക്ക് എന്നെ സൗഖ്യപ്പെടുത്തി. അങ്ങനെ എനിക്ക് ഈശോയോട് കുറെ ഇഷ്ടമായി. അന്ന് തൊട്ട് എന്താ പറയാ, എന്റെ എല്ലാ കാര്യത്തിനും ഈശോയെ മുറുകെ പിടിച്ചു. ഉണ്ണീശോയെ, പ്രത്യേകിച്ച് ഉണ്ണീശോയും ഭയങ്കര ഉണ്ണീശോ ഫാനാണ്. അപ്പം ഇപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥനയിൽ എനിക്ക് ഏറെ കുറെ ഒക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പ്രാർത്ഥിക്കാത്തവരെ കാണുമ്പോൾ ഒരു സങ്കടം തോന്നുമോ? അതായത് ഇവരും കൂടെ ഒക്കെ ഒന്ന് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ ഡിഫൈൻ ചെയ്ത ഓരോ പ്രാർത്ഥനകളുടെ ഇവർക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മള് ചിന്തിക്കാറുണ്ട്. അവർക്കറിയാം, അവര് മിസ് ചെയ്യുന്നത് എന്താന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്കത് ചില സമയത്ത് ചില ആൾക്കാർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ ലൈഫിൽ ഹോപ്പ് ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് അങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഗോഡ് വിൽ ഹീൽ എന്നൊരു സംഭവം അവരെവിടേക്കോ മിസ് ചെയ്തു പോകുന്നുണ്ട്. അത് അവരുടെ തലയിൽ ചിലപ്പോ അല്ല, അവർക്ക് അങ്ങനെ ഒരു ആ ഒരു സത്യത്തെ മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യലുണ്ടോ, അയ്യോ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലാവുന്നുമില്ല, ഇല്ലെങ്കിൽ അവരിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇവർ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടെ നന്നായി പോയേനേന്ന്. സുഖമാകുമെന്നല്ല, അറ്റ്ലീസ്റ്റ് അതിനെ താങ്ങാനുള്ള ശക്തിയെങ്കിലും ഉണ്ടാവുന്നുള്ളതല്ലേ. ഇടവകയിലൊക്കെ KCMന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജീസസ് യൂത്തിന്, അങ്ങനെ യൂത്തിന്റെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ പരിപാടികളിലും ഇപ്പൊ യുവജനങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞാണ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവരോട് ഒരു അഭിപ്രായം ചോദിക്കുക, എന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാരണം വൈബില്ല. ഇന്നത്തെ യുവജനങ്ങൾക്കുള്ള വൈബ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇല്ല. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ അവരുടെ ഇവിടെ പ്രാർത്ഥനയും ബാക്കിയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആത്മീയത, സ്പിരിച്വാലിറ്റി, പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ഓരോ ചടങ്ങുകൾ, പിന്നെ പ്രാർത്ഥന, ഫുൾ ടൈം പ്രാർത്ഥന, ഇതാണ് അവർ പറയുന്ന ഒരു കാരണം. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ട പയ്യൻ, അവന് വളരെ ചെറുപ്പം തൊട്ട് ഡ്രഗ്സ് അഡിക്റ്റഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവന് 21 വയസ്സ് ആയി, അത്രേ ഉള്ളൂ. പക്ഷെ കുടിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വലിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല. കഞ്ചാവ് രൂപത്തിൽ ഉപേക്ഷിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ കേസ്, കുറെ പോലീസ് കേസ്. ഇപ്പൊ എന്ന് വെച്ചാൽ അവനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവന് അതിനകത്തൊന്നും വരാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഒരു ഭയങ്കര ശൂന്യത. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ മക്കളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സാധനം. പിന്നെ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് എന്തോരം കഷ്ടപ്പെട്ടിട്ട് കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് ന്യൂസിൽ കാണുമ്പോൾ അറിയാം, ക്രൈം ഒക്കെ ചെയ്യുന്ന കുട്ടികളുടെ മുഖത്ത് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഇപ്പൊ. അല്ല, അതിപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കും? ഞാൻ ഈ അടുത്ത് അതൊക്കെ കുട്ടികളാണല്ലോ, ഈ ടീനേജിൽ. എനിക്ക് ഇത് വരുമോ എന്നറിയില്ല. എന്നാലും നമ്മുടെ അന്നംകുട്ടി ജോസഫിന്റെ ഒരു വീഡിയോ എടുത്തുള്ള അഡോളസൻസ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ടീനേജ് സമയത്ത് അവർ ഭയങ്കര എന്താ പറയുന്നത്, അഗ്രസീവായിട്ട് എന്തിനോട് പ്രതികരിക്കാവുന്ന ഒരു സമയത്തിൽ കൂടെയാണ് അവർ പോണത്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവം ഫീഡ് ചെയ്താലും ശരി തെറ്റ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് ഉറച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ആ പ്രായത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ എന്തൊരു ഇമ്മച്ചുറായിട്ടാണ് നമ്മൾ അന്ന് അതൊക്കെ ചെയ്തതെന്ന് തോന്നിയിട്ടില്ലേ? ഞാൻ പിള്ളേരോട് പറയാൻ ഇടയ്ക്ക്, ചെറുപ്പത്തിൽ ഡോറ ബുജ്ജി ഭയങ്കര ഇഷ്ടമായിരുന്നു, നമുക്കിപ്പോ ആർക്കെങ്കിലും അത് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ, നമ്മുടെ ഇഷ്ടങ്ങൾ മാറിയില്ലേ? അപ്പം ആ ഒരു പ്രായം വരേക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് വിചാരിച്ച് അന്ന് അങ്ങനെ. അപ്പം ഈ ടീനേജ് സമയത്ത് അങ്ങനെയുള്ള തോന്നലുകളും ഒരു എടുത്തുചാട്ടവും ഒരു ഇമ്പൾസിന്റെ പുറത്ത് ചെയ്യുന്നതൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം ഇപ്പൊ പിള്ളേരെ കൂടുതൽ ഫീഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇമോഷൻസിനെ വെച്ച് ഒത്തിരി പിള്ളേരെ ടോസ് ചെയ്യുന്നില്ലേ? നമ്മള് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വിളിച്ചിട്ട് പറയുന്നത്, എന്റെ സിസ്റ്റർ, എനിക്ക് അവന് നല്ല കല്യാണപ്രായമാണ്, പക്ഷെ അവൻ പറഞ്ഞ ഇൻസ്റ്റ വെറുതെ എടുത്ത് തുറന്ന് 2 റീല് കാണുമ്പോഴത്തേന് ഇവന്റെ ഒക്കെ കല്യാണമായല്ലോ. ഡിപ്രഷൻ, ഇൻസ്റ്റ തുറന്ന അവന് ഡിപ്രഷനാ. അപ്പം അതുപോലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം പിള്ളേരുടെ ഇടയിലൊക്കെ പ്ലേ ചെയ്യുന്നത്. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഈ ക്യാമ്പിന് ഒക്കെ അടിച്ചുപൊളി കഴിഞ്ഞാൽ എനിക്ക്
മനസ്സിലാവുന്ന എൻഡ് ഓഫ് ദാറ്റ് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ നമ്മുടെ സെയിന്റ് അഗസ്റ്റിൻ പറയുന്ന പോലെ ഒരു ശൂന്യതയിലേക്ക് തന്നെ എത്തുന്നത്. അത് എന്തൊക്കെ വെച്ച് ഓട്ടം അടച്ചു നോക്കിയിട്ടും അത് ഫില്ലാവാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുന്നു. അത് വീണ്ടും അത് വെച്ച് തന്നെ ഫില്ല് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു അഡിക്ഷൻസിലോട്ട് മാറുക. ഇപ്പൊ എനിക്ക് അല്ലെ, പിന്നെ ആ അഡിക്ഷൻസിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ അതിനുള്ള വേറെ എന്താണ് ഇപ്പം റീൽസ് അഡിക്ഷൻ, ഇതൊക്കെ പിന്നത്തെ ഇപ്പൊ എനിക്കൊന്ന് റീലുകളൊക്കെ ഇറങ്ങുന്നത് ബ്രെയിൻ ഫോഗ്, അതെങ്ങനെ മാറ്റാം, അതും വേറെ റീലിലാണല്ലോ അത് പറയുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിലാണ് നമ്മുടെ മനസ്സിന് ഒരു ശാന്തത കിട്ടുന്നത്. അഞ്ജലി പറഞ്ഞ പോലെ ഞാൻ ഓർക്കുകയാണെ, നമ്മുടെ മനസ്സിന് അത് തിരിച്ചറിയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ള, നമുക്ക് ശാന്തത ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സ്റ്റേറ്റ് അപ്പ് എന്തായിരുന്നിരിക്കണം? ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. എന്നാലല്ലേ നമുക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ശാന്തമായിട്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ പ്രത്യേക ശാന്താവനില്ലല്ലോ. അപ്പം പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് അടുത്ത് വരുമ്പോൾ അല്ലെ, ഇറ്റ്സ് എ യൂണിയൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് അസ്. ശരിക്കും പറഞ്ഞ ഒരു പിതാവിന്റെ മോഡലാണ്. അതായത് ഒരു അപ്പൻ മോനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈശോ സമരിയക്കാരിയെ കാത്തിരുന്ന പോലെ അതിലോട്ട് അങ്ങ് കണക്ട് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാമാവും, നമ്മൾ സെറ്റിലാവും. ഇനി എന്തൊക്കെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് നമ്മൾ പ്രാർത്ഥനയെ പറ്റി പറയുമ്പം നിങ്ങളുടെ സിസ്റ്റർ, നമ്മളിപ്പം പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് ഈ ചെറിയ വിഷമങ്ങളാണെങ്കിലും സഹിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഈ ചെറിയ മാർക്ക് പറഞ്ഞു ഇപ്പൊ തന്നെ റിസൾട്ട് വരുമ്പോഴത്തേനും നമുക്ക് എത്ര പിള്ളേരാണ് എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഈ പിള്ളേർക്ക് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഭയങ്കര കുറവായിട്ട് ഒരു ജനറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരത് ഒന്നെങ്കിൽ സൂയിസൈഡിലോട്ട്, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്ന്, മദ്യം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെയാണ് അവർ ആശ്വാസവും സന്തോഷവും കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിനപ്പുറം മോനെ അല്ലെ മോളെ, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നിനക്ക് ഈശോ ആശ്വാസം തരും. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ആശ്വാസം സന്തോഷം കിട്ടാനും ഈശോയിലൂടെ കിട്ടാൻ നമുക്ക് നമ്മുടെ യൂത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് അവരെ ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് അവരെ അടുപ്പിക്കാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരൊന്ന് ട്രൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണല്ലോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അവര് പ്രായം വരെ നമുക്ക് നിർബന്ധിക്കായിരിക്കും അല്ലെ. അത് കഴിഞ്ഞ ജിപ്തിനൊക്കെ എങ്ങനെയായിരുന്നു? നിർബന്ധിക്കുമായിരുന്നു വീട്ടില്? നമ്മൾ അതൊരു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ? പ്രാർത്ഥിക്കാൻ വേണ്ടിയുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പകാലത്തിലായിരിക്കുമ്പോൾ തന്നെ ഫുൾ പുഷാണ് അല്ലേ, വീട്ടിൽ അല്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകും. പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടുന്ന സമയങ്ങളുണ്ട്. അത് എൻ്റെ ഒരു തിരിച്ചറിവ് കിട്ടിയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വീട്ടിലെ ഒരു 10ാം ക്ലാസ് വരെ പുഷ് ചെയ്തിട്ട് വേദപാഠത്തിന് വിടുന്നു, ഓരോ കാര്യങ്ങൾ അവിടെ പോയി ഇരിക്കുന്നു. നമ്മളൊരു മെഷീൻ പോലെയാണ് കുർബാനയ്ക്കൊക്കെ ഇരിക്കുക. കാരണം ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ല, അങ്ങനെ നിൽക്കുക, കാണുക, ഇറങ്ങി പോരുക, അത്രേ ഉള്ളൂ. കുമ്പസാരിച്ചൊന്നും പോലും ആരും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ദൈവത്തിലേക്ക് തിരിച്ചു വന്നത് എപ്പോഴും സങ്കടങ്ങൾ വരുന്ന സിറ്റുവേഷനിൽ മാത്രമല്ല, ഇപ്പൊ നല്ല മനുഷ്യരുടെ ഇടപെടലും അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു സമയം, അതൊന്ന് പറയാമോ? അത് എനിക്ക് തോന്നുന്നത് ജിപ്റ്റിന് ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു നല്ല ദൈവാനുഭവം കിട്ടിയത്. പറഞ്ഞു വരുന്നേ എന്താന്ന് വെച്ചാൽ, നമുക്ക് 10ാം ക്ലാസ് വരെ നല്ല പുഷ് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ നല്ല ദേഷ്യം വരുമായിരുന്നു അത്യാവശ്യം. അത് പറയുമ്പോഴേ തിരിയുന്നുണ്ട്. പള്ളി പോയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്നൊക്കെ പറയും, വീട്ടിലോട്ട് പള്ളി പോയിട്ട് കയറിയാൽ മതി. അപ്പൊ നമ്മുടെ തലയിൽ ഇങ്ങനെ പള്ളിയും പ്രാർത്ഥനയും മൊത്തം തലയിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഞാനൊരു ദിവസം +1 +2 ആ കാലഘട്ടത്തിലാണ് കഴിയാനായി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടവകയിലോട്ട് ഒരു അച്ഛൻ, വികാരി അച്ഛൻ മാറി വന്നപ്പോൾ പള്ളിയും കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ അച്ഛൻ്റെ കൂടെ കൂട്ടു നിൽക്കാൻ ഒരാളെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അങ്ങാടിയിൽ ചുമ്മാ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ പള്ളീന് തൊട്ട് താഴെ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് കളിക്കാൻ വരുമായിരുന്നു. അപ്പോൾ കളിക്കാൻ വരുമ്പോൾ ഞാൻ മുകളിലോട്ട് നിൽക്കുമ്പോൾ വികാരിച്ചൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വികാരിച്ചൻ ഇറങ്ങി വന്ന് എന്നെ കണ്ടപാടെ എൻ്റെ തോളത്തേക്ക് കൈയിട്ടു. അപ്പം നമുക്കറിയാം, ഒരാൾ തോളത്ത് കൈയിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ഇതല്ലേ, അത്രയും പ്രിയപ്പെട്ട ആളെ നമ്മൾ തോളത്ത് കൈയിടാറുള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് വന്നു. ഞാൻ തോളത്തിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ചേട്ടനായിട്ട് അച്ഛൻ കമ്പനിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾ അനിയനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനിയനെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒരാളെ കൂട്ടുകിടക്കാൻ പിതാവ് അനുവദിച്ചിട്ടുണ്ട്, അപ്പോൾ നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ നോ പറഞ്ഞു. നമുക്കറിയാം, പള്ളി സിസ്റ്റേഴ്സിൻ്റെയും സെമിനാരിയും കാര്യങ്ങളൊക്കെ കുറേ കേട്ടിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ കേട്ടപാടെ നോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇടയ്ക്കൊക്കെ ഇതിലെ വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലോട്ട് ചെന്നു. ശരിക്കും ആ ഒരു വികാരി അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ
ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ആ അച്ഛനാണെന്ന് ഞാൻ പറയുള്ളൂ. ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എത്രത്തോളം ഞാൻ ഉയർന്നിട്ടുണ്ടോ, അതിനൊക്കെ ഒരു കാര്യം അച്ഛനാണ്. എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈബിളിൽ പത്രോസിനെ കർത്താവ് പത്രോസിനെ വിളിക്കുന്നുണ്ട്, ജീവിതത്തിലേക്കാണ് തിരിച്ചു വിളിച്ചത് അല്ലേ. പുള്ളീൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ അച്ഛൻ വിളിച്ചു. ഞാൻ അച്ഛൻ്റെ കൂടെ കുറേ കൊല്ലം ഉണ്ടായിരുന്നു, 10 കൊല്ലം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 10 കൊല്ലത്തിനിടയിൽ അച്ഛൻ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, കൊന്ത ചെല്ലണം എന്ന് പറഞ്ഞിട്ടില്ല, പള്ളിയുമായ കാര്യങ്ങളിൽ അല്ലെ ആത്മീയമായ കാര്യങ്ങളിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. അച്ഛൻ പകരം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ്റെ നല്ല മാതൃകകളിലൂടെ അച്ഛൻ കൺമുൻപിൽ, അച്ഛൻ ഒരു വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനത് ഒരാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാലോ, ആപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാനത് നോക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ നല്ല മാതൃകകളാണ് എന്നെ കർത്താവിലേക്കും പ്രാർത്ഥനയിലേക്കും അടുപ്പിച്ചത്. 10ാം ക്ലാസ് വരെ ക്രിസ്ത്യാനിറ്റിയും അതേപോലെ തന്നെ ദൈവത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് നടന്ന ഒരാളായിരുന്നു. ആ ഒരാളിൽ നിന്ന് ഇപ്പോൾ ദൈവത്തെ ഇത്രയും മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതൊരു തിരിച്ചുവരവായിരുന്നു. ശരിക്കും മറ്റുള്ളവരെ പ്രാർത്ഥിക്കാനൊരു കാരണം നമുക്കും കൂടെ ആകാൻ പറ്റൂലേ? അത് ശരിക്കും ഒരു ഭയങ്കര ഒരു സംഭവമാണല്ലേ. ഞാൻ ഓർക്കായിരുന്നേ, ശരിക്കും ജിപ്റ്റിന് മാതൃക കാണിച്ചു കൊടുത്ത വൈദികനെ ഉള്ളുകൊണ്ട് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം വൈദികൻ എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ പുരുഷനാണ് അല്ലെ. അതുപോലെ ജീവിച്ച ഒരു വൈദികൻ. എന്തായാലും നമുക്ക് ആ വൈദികനെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ആളെ മാത്രമല്ല, ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഈ കൂടെ കൊണ്ട് നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ശരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ഇൻസ്പിറേഷന്റെയും ഏറ്റവും വലിയ കാലത്തെ ഇൻഫ്ലുവൻസറൊക്കെ ഈശോ തന്നെയാണ്. ഈശോ ഇതുപോലെ ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഇങ്ങനെ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഒരു അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ദർശനങ്ങളുടെ ഒരു ബേസിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം ത്രൂ ദി ഐസ് ഓഫ് ജീസസ്. അപ്പൊ അതിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കാണുവാണ്, അതായത് ശിഷ്യന്മാര് കാണുവാണ്, നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല, ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് ഏകാന്തതയിലേക്ക് പോയി, അല്ലെങ്കിൽ ചില രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ഗത്സമൻ തോട്ടത്തിലൊക്കെ ഈശോ പോലും ഈശോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അല്ലെ. ഈശോയ്ക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷെ ഈശോ നമുക്ക് കാണിച്ചു തന്ന ഒരു ഭയങ്കര നല്ല ഒരു മാതൃകയുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പം അപ്പോഴാണ് ആ പുസ്തകത്തിലും പറയുന്നുണ്ട്, വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശിഷ്യന്മാർ ഒരു ദിവസം വന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ പ്രാർത്ഥിക്കുന്ന പോലെ, അല്ലെങ്കിൽ നീ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ. അവിടെയാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈശോ നമ്മൾ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളൂ, കർത്തൃ പ്രാർത്ഥന എന്ന് പറയുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള ഒരു പ്രാർത്ഥന, സ്വർഗത്തിലുള്ള നമ്മുടെ അപ്പനെ വിളിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാർത്ഥന എപ്പോഴും ഒരു വ്യക്തിയോടുള്ള ഒരു ബന്ധമായിട്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞപ്പോഴും ഈശോന്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം, അല്ലെങ്കിൽ ഈശോന്റെ വർത്താനം പറയണം, അല്ലെങ്കിൽ ഈശോയോട് സംസാരിക്കണം. അത് ബൈബിൾ ആണെങ്കിൽ വചനം എന്ത് തന്നെയാണ്, ഈശോ തന്നെയാണ്. ഈശോ ഒരു ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയുടെ മാതൃക സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം ജിപ്റ്റ് ചോദിച്ചില്ലേ നമുക്കും അതുപോലെ ആയിക്കൂടെ എന്ന്. അതുപോലെ ശരിക്കും നമ്മൾ ചരിത്രത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തോരം വിശുദ്ധര് ഇങ്ങനെ അവസാനം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഒക്കെ ഒരു പിനക്കിൾ മൊമെന്റിൽ ഒത്തിരി ഫ്രാൻസിസ് അസീസി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനും ഈ പുള്ളിക്കാരന് ജീവിച്ച എത്രയോ സെഞ്ചുറികൾ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അന്ന് ഫ്രാൻസിസ് അസീസി ഇറങ്ങിയപ്പോഴും കുറെ പേര് ഈ ആളുടെ മാതൃകയിൽ പോയി. അത് കഴിഞ്ഞ് കൂടെ നമ്മൾ ക്ലാര പുണ്യവതിനെ വായിക്കുന്നു, പുണ്യവതിയുടെ പിന്നാലെയും കുറെ പേര് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ഒരു വാഴ്ത്തപ്പെട്ട സ്റ്റാൻഡിൽ നിൽക്കുന്നയാളാണ് നമ്മുടെ സ്വന്തം കാർലോ അല്ലേ. നമുക്ക് ഭയങ്കര ചലഞ്ചാണേ അല്ലേ. നമുക്ക് ഇവനും അവൾക്കൊക്കെ ആവാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ. അവർക്കൊക്കെ ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു നന്മയൊക്കെ കിട്ടണമെന്നായിരിക്കും. അല്ല സിസ്റ്റർ, ഇപ്പം പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്, കുറേ പ്രാർത്ഥനകളുണ്ട്, പലരും പല മോഡൽസ് പറയും. ഇന്നിപ്പം നമ്മളിപ്പം ഒന്നും വേണ്ട, നമ്മൾ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 10 സെറ്റ് പ്രാർത്ഥന ഇങ്ങോട്ട് വരും. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോരാത്തതിന് ഇപ്പൊ യൂട്യൂബിലൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ പ്രാർത്ഥന നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഇതിൽ ഏതാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മളിപ്പം തുടങ്ങി വീട്ടിലൊക്കെ ഒരു 7 മണിക്ക് അതാണ് സത്യം. എന്താ പ്രാർത്ഥിക്കണ്ടേ? കുർബാന കൈക്കൊള്ളണോ, കൊന്ത ചെല്ലണോ പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറെ കാർഡ് വീട്ടിലാണ് വരുന്നത്. ഇതിന് ഏതാ എടുക്കണ്ടേ?